എല്ലാവർക്കും വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 33 ശ്ലോകം വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് തൃതീയ സ്കന്ധം അധ്യായം 32 ശ്ലോകം 34 മുതൽ ആരംഭിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നത് വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് സൂചിപ്പിച്ച പോലെ 32-ാം അധ്യായം 34-ാമത്തെ ശ്ലോകം നമ്മൾ എടുക്കാൻ ആരംഭിക്കുന്നു. ക്രിയാകൃതഭർദാനൈസ്തപസ്വാധ്യായമർശനൈ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണ ഉഭയചിഹ്നേന യഃ പ്രവൃത്തി നിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ചാം ഈയതേ ഭഗവാനേഭി സഗുണോ നിർഗുണസ്വദൃക്. ഭക്തിയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും കൂടി സൂചിപ്പിച്ചു പോവുകയാണ്. 3 മാർഗങ്ങൾ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴികളാണ്. അതിൽ ഭക്തിയുടെ മഹാത്മ്യം പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലാം ജ്ഞാനത്തിനാണ് പരിസമാപിക്കുന്നത് എന്നുള്ള മട്ടിൽ ഭഗവത് പ്രാപ്തിക്ക് ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കുകയാണ്. ക്രിയ കൊണ്ട് ക്രിയ എന്ന് വെച്ചാൽ കർമ്മം മതി ആണ് ഉദ്ദേശിക്കുന്നത്. 2 തരത്തിലുള്ള കർമ്മമാണ്. ഇഷ്ടാപൂർത്തം എന്നതിനെ പറയും. ഇഷ്ട എന്നുള്ളത് യജ്ഞം എന്നർത്ഥം. യജിക്കുന്നത് അതാണ് ഇഷ്ട. അതാണ് യജ്ഞകർമ്മങ്ങളൊക്കെ അതിൽപ്പെടും. പൂർത്തം എന്നുള്ളത് ഭൗതിക ലോകത്തിന് ഉപയോഗിക്കുന്ന കർമ്മങ്ങളുടെ പേരാണ്. വഴിയുണ്ടാക്കുക, കിണർ കുഴിക്കുക, മരം വെച്ച് പിടിപ്പിക്കുക, പാലം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന കുറേ പ്രവൃത്തികളെ പൂർത്തകർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിലിവിടെ ക്രിയ കൊണ്ട് എന്ന് പറഞ്ഞാൽ പൂർത്തകർമ്മം കൊണ്ട്. ക്രതുഭിഹി യജ്ഞം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇഷ്ടാപൂർത്തത്തിൽ ഇവിടെ പൂർത്ത മാത്രം എടുത്താൽ മതി. ഇഷ്ട ഈ ക്രതു എന്നുള്ള വാക്കുകൊണ്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ക്രിയ ക്രതുഭിഹി പൂർത്താദികളായ കർമ്മങ്ങളെ കൊണ്ടും യജ്ഞങ്ങളെ കൊണ്ടും ദാനൈഹി ദാനങ്ങളെ കൊണ്ടും തപ സ്വാധ്യായ മർശനൈഹി തപസ് കൊണ്ടും സ്വാധ്യായം വേദാധ്യയനം ചെയ്യുന്നതുകൊണ്ടും മർശനം അർത്ഥവിചാരം എന്നാണ്. വേദാർത്ഥങ്ങളെക്കുറിച്ചുള്ള വിചാരണ ചെയ്യൽ, അതാണ് മർശനം. അപ്പൊ ക്രിയ കൊണ്ട്, കൃതു കൊണ്ട്, ദാനം കൊണ്ട്, തപസ് കൊണ്ട്, സ്വാധ്യായം കൊണ്ട്, മർശനം കൊണ്ട് ആത്മ ഇന്ദ്രിയ ജയേന അഭി ആത്മാവ് ഇന്ദ്രിയങ്ങൾ ഇവയുടെ ജയം കൊണ്ടും ആത്മേന്ദ്രിയ ജയേനാഭി സന്യാസേന ച കർമ്മണ സന്യാസമായിരിക്കുന്ന കർമ്മം കൊണ്ടും സമർപ്പണാത്മകമായ കർമ്മം കൊണ്ടും കർമ്മങ്ങളെ സന്യസിക്കുന്നത് കൊണ്ടും കർമ്മണാം സന്യാസേന ച യോഗേന വിവിധാംഗങ്ങളായ യോഗങ്ങളെ കൊണ്ടും യോഗത്തിൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടി ചേർന്നും ഭക്തിയോഗേന ചൈവഹി ഭക്തിയോഗം കൊണ്ടും ആവട്ടെ ധർമ്മേണ ഉഭയചിഹ്നേന 2 വിധ ലക്ഷണത്തോടു കൂടിയ ധർമ്മം കൊണ്ടും ഉഭയചിഹ്നമായ ധർമ്മം കൊണ്ടും
വൈരാഗ്യേണ ദൃഢേന ച പ്രവൃത്തി കൊണ്ടും നിവൃത്തി കൊണ്ടും ആത്മതത്വാവബോധം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ദൃഢമായ വൈരാഗ്യം കൊണ്ടും ഈയത്തെ എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു ഭഗവാൻ പ്രാപിക്കുന്നു ഏഭിഹി ഫഗുണോ നിർഗുണ ഫുദൃക് സ്വയമേവ പ്രകാശിക്കുന്നവനായ ഭഗവാൻ ഫുദൃക് ഭഗവാൻ. ആ ഭഗവാൻ ഫഗുണനും നിർഗുണനുമാണ്. ഫഗുണൻ രൂപങ്ങൾ ഭഗവാനെ കാണാം, അത് ഫഗുണൻ. നിർഗുണൻ രൂപങ്ങൾ ഇല്ലാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഫഗുണനും നിർഗുണനുമായ സ്വയമേവ പ്രകാശിക്കുന്നവനായ ഭഗവാൻ ഈശ്വരൻ ഇങ്ങനെയുള്ള കർമ്മം കൊണ്ട് ആർക്കും പ്രാപിക്കാൻ കഴിയുന്നവനാണ് എന്ന് 3 ശ്ലോകത്തിൽ ഏതൊക്കെ വഴിയെ കൂടിയാണ് ഭഗവത് പ്രാപ്തിക്ക് ഉപകരിക്കുന്നത് എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. ഒന്ന്, എന്താ കർമ്മം കൊണ്ടാണ്, പൂർത്തകർമ്മങ്ങളാണ്. ജനോപകാരപ്രദങ്ങളായ ആ തണ്ണീർപ്പന്തലുകൾ ഉണ്ടാക്കുക, ചോരമരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വഴിനീള കിണറുണ്ടാക്കുക, കുളമുണ്ടാക്കുക, വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്യുക, വഴി വെട്ടുക, പാലം ഉണ്ടാക്കുക, ഇങ്ങനെ പോവുക. ഇതെല്ലാം ഒക്കെ ഭാഗവതം പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ്. നമ്മുടെ വിചാരം ഇതൊക്കെ ഭക്തിയും വേദവും വേദാന്തവും മാത്രമേ പറയുള്ളൂ എന്നല്ല. മനുഷ്യന് വേണ്ടിയുള്ളതാണ് ഭാഗവതം. മനുഷ്യ ജീവിതത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ ഭാഗവതം പറയും. പക്ഷെ അതൊന്നും നമ്മളെ അറിയാറില്ലാത്തതുകൊണ്ട് നമ്മളെ ധാരണ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഭാഗവതത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർത്തകർമ്മങ്ങൾ കൊണ്ടും ചാന്ദ്രായണം, അതുപോലെ കൃച്ഛ്രം, പൗർണമാഫ്യം മുതലായിരിക്കുന്ന ക്രതുക്കൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും, കാരണം തനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യൽ. അതുകൊണ്ട് പിന്നെ തപസ് കൊണ്ട്, അന്ധക്കരണങ്ങളൊക്കെ അടക്കിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നത് കൊണ്ട്, വേദം പഠിക്കുന്നത് കൊണ്ട്, ഈ പഠിക്കുന്നതിനെക്കുറിച്ച് വിമർശനം ചെയ്യുക, ചിന്തിക്കുക, അർത്ഥവിചാരം ചെയ്യുന്നതുകൊണ്ട്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന തപസ്സുകൾ ചെയ്യുന്നതുകൊണ്ട്, അന്ധക്കരണത്തെ ജയിക്കാൻ വേണ്ട ശമം, ദമം മുതലായവ, അതാണ് ആത്മാ ഇന്ദ്രിയ ജയേനാവി കർമ്മണാം സന്യാസേന, കർമ്മങ്ങളെ സന്യസിപ്പിക്കുക. അതുകൊണ്ടും ഇത്രയൊക്കെ വഴികളാണ് ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടി നിയോഗിച്ചത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കിണർ കുഴിച്ചാൽ അത് ഈശ്വരന് അടുക്കാനുള്ള വഴിയാണെന്ന്. അത് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ്. അപ്പം ഇത് ചെയ്താലും മതി, അത് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇഷ്ടാപൂർത്തങ്ങൾ എന്ന 2 തരത്തിൽ കർമ്മങ്ങളെ തിരിച്ചതും. പിന്നെ യജ്ഞം ചെയ്യാം, ദാനം ചെയ്യാം, തപസ് ചെയ്യാം, സ്വാധ്യായം ചെയ്യാം, അതിനെക്കുറിച്ച് വിചാരണ ചെയ്യാം, ആത്മാവിനെ അടക്കി ഇന്ദ്രിയങ്ങളെ അടക്കാം, കർമ്മങ്ങളെ സന്യസിക്കാം, അഷ്ടാംഗവിധമായ യോഗങ്ങൾ ചെയ്യാം. യോഗേന വിവിധാംഗേന, അഷ്ടാംഗയോഗം കൊണ്ടാവാം, അല്ലെങ്കിൽ ഭക്തിയോഗം കൊണ്ടുമാവാം. ഉഭയചിഹ്നേന ധർമ്മേണ, 2 തരത്തിലുള്ള ധർമ്മം കൊണ്ട്, അതായത് പ്രവൃത്തി നിവൃത്തി എന്ന 2 തരം ധർമ്മം. ഒന്ന്, ഈ ലോകത്തിലെ സകല കർമ്മങ്ങളിൽ വ്യാപരിച്ച് ഈശ്വര സേവ ചെയ്തുകൊണ്ട് ജീവിക്കുക, അതാണ് പ്രവൃത്തി. നിവൃത്തി, ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞിട്ട് ഇതൊക്കെ ധാരാളം മതിയായി, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലാതെ അപ്പുറത്തെത്തി കേവലമായി ധ്യാനം കൊണ്ട് കഴിയുക. ഈ 2 വിധത്തിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ആത്മതത്വത്തെ അവബോധനം ചെയ്യുന്ന ശാസ്ത്രങ്ങൾ പഠിക്കാം, വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാം, ദൃഢമായ വിരക്തി ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും കൊണ്ട് ഭഗവാൻ ഏഭിഹി ഭഗവാൻ ഈയത്തെ, ഇവകളെ കൊണ്ട് ഭഗവാൻ പ്രാപിക്കപ്പെടും.
ഇതിലെന്ത് ചെയ്താലും ഭഗവാനെ പ്രാപിക്കാൻ വിഷമമില്ല. കാരണം ഭഗവാൻ ഫഗുണനുമാണ് നിർഗുണനുമാണ് രണ്ടും. അപ്പം നിങ്ങൾക്കെല്ലാം ഫഗുണമായ വഴി കൂടി വിഗ്രഹം കണ്ട് അവിടെ പോയി നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ആരാധിക്കണോ, ആയിക്കോളൂ. ആ രീതിയിൽ ഭഗവാൻ തയ്യാറാണ്. ഇനിയും വിഗ്രഹങ്ങളൊന്നും വേണ്ട, എൻ്റെ മനസ്സിലാണ്, ഉള്ളിൽ പോയിരുന്ന് ധ്യാനിക്കുകയാണ്, അങ്ങനെയാണോ, അങ്ങനെയാവാം. അതാണ് ഫഗുണോ നിർഗുണ സ്വദൃക് ഭഗവാൻ. ഇത്രയും ഭഗവാന്റെ വിശേഷമാണ്. ഇങ്ങനെയുള്ള ഭഗവാൻ ഏഭിഹി ഈയതെ, ഈ പറഞ്ഞിരിക്കുന്ന മകളെ കൊണ്ട് പ്രാപിക്കപ്പെടുന്നവനാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈ ഭഗവത് രൂപങ്ങൾ നേരിട്ട് കണ്ട് അറിഞ്ഞ് അതിനെ ആചരിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകാം. അവസാനം ഇതിനപ്പുറത്താണ് ഈശ്വരൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കാം. ഇതിനൊക്കെ എത്രത്തോളം വഴികൾ കാണിച്ചു തന്നിട്ട് ഏതെങ്കിലും വഴി തിരഞ്ഞെടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിയിലും പോവില്ല. പോവാതിരുന്നിട്ട് ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും വ്യഥയുമാണ്. അവിടെയാണ് ഭാഗവതം. കാരണം ഭിന്നരുചിഹി ലോകാഹ, മനുഷ്യരൊക്കെ പല രുചിയുള്ളവരാണ്, എല്ലാവരും ഒരേപോലെയല്ല. അവരുടെ രുചിക്കനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 5-6 രസമുണ്ട്, എന്തിനാണ് എല്ലാം ഒന്നുപോലെ അല്ല. ചിലർക്ക് മധുരമാണ്, ചിലർക്ക് എരിവാണ്, ചിലർക്ക് പുളിയാണ്, ചിലർക്ക് കയ്പ്പാണ് എന്നിങ്ങനെ. ഇതേപോലെ ഇവിടെയും പല മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനമുണ്ട്, കർമ്മമുണ്ട്, ഇഷ്ടാപൂർത്തങ്ങളുണ്ട്, ദാനമുണ്ട്, തപസ്സുണ്ട്, സ്വാധ്യായമുണ്ട്. എത്ര തരത്തിലാണ്. ഏതുകൊണ്ടും ആരെ പ്രവർത്തിക്കാം, ഭഗവാൻ. എന്നതിൽ ഏതെങ്കിലും അനുഷ്ഠിച്ച് ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ എത്തേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചാണ് കപിലൻ. ക്രിയാകൃതുഭർദാനേ തപസ്വാധ്യായവർഷനേ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചന്യേന യപ്രവൃത്തിനിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ചാം ഈയതേ ഭഗവാനേഭിഃ ഫഗുണോ നിർഗുണഃ സുദൃക്. ക്രിയാകൃതുഭർദാനേ തപസ്വാധ്യായമർച്ചനേ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയചന്യേന യപ്രവൃത്തിനിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ചാം ഈയതേ ഭഗവാനേഭിഃ ഫഗുണോ നിർഗുണഃ സുദൃക്. ക്രിയാകൃതുഭിഃ ദാനൈഃ തപസ്വാധ്യായമർച്ചനൈഃ ആത്മേന്ദ്രിയജയേന അപി കർമ്മണാം സന്യാസേന ച വിവിധാംഗേന യോഗേന ഭക്തിയോഗേന ച ഏവ ഹി പ്രവൃത്തി നിവൃത്തിമാൻ ഉഭയജന്യേന ധർമ്മേണ യഹ ആത്മതത്വ അവബോധേന ദൃഢേന വൈരാഗ്യേണ ച നിർഗുണഃ ഫഗുണഃ സ്വദൃക് ഭഗവാൻ ഏഭിഃ ഈയതേ. ക്രിയാകൃതുഭർദാനൈസ്തപസ്വാധ്യായമർശനൈ ആത്മേന്ദ്രിയജയേനാപി സന്യാസേന ച കർമ്മണാം യോഗേന വിവിധാംഗേന ഭക്തിയോഗേന ചൈവ ഹി ധർമ്മേണോഭയജന്യേന യപ്രവൃത്തിനിവൃത്തിമാൻ ആത്മതത്വാവബോധേന വൈരാഗ്യേണ ദൃഢേന ചാം ഈയതേ ഭഗവാനേഭിഃ ഫഗുണോ നിർഗുണഃ സുദൃക്. പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേഃ യോ അന്തർധാവതി ജന്തുഷു. പ്രാവോചം ച പറഞ്ഞു എന്നർത്ഥം. വേണ്ടതുപോലെ പ്രകർഷേണ അവോചം പ്രാവോചം, വേണ്ടതുപോലെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഭക്തിയോഗസ്യ സ്വരൂപം തേ, ഭക്തിയോഗത്തിൻ്റെ സ്വരൂപം ഞാൻ നിന്നോട് വേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് എങ്ങനെയാണ്? ചതുർവിധം, 4 വിധത്തിലുള്ള ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെ. ഭക്തിക്ക് 4 പിരിവുകൾ കൊടുക്കുകയാണ്. സകാമഭക്തി, നിഷ്കാമഭക്തി,
ഫഗുണഭക്തി, നിർഗുണഭക്തി. ഇതാണ് ഭക്തിയുടെ 4 ഭാവങ്ങൾ. ഫകാമഭക്തി, ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള ഭക്തി. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, ഒരു കാര്യം സാധിക്കാനാണ്, എന്തെങ്കിലും ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾ സാധിക്കാൻ വേണ്ടി. അതിന് ഫകാമഭക്തി എന്നാ പറയാം. ഇനിയുള്ള നിഷ്കാമഭക്തി, ഒരാഗ്രഹവും ഇല്ല, ഇത് തൻ്റെ ഒരു കടമയാണ്. അമ്പലത്തിൽ പോവുക, ഭഗവാനെ കാണുക, തൊഴുക, പ്രാർത്ഥിക്കാനില്ല, അപേക്ഷിക്കാനില്ല, വഴിപാടില്ല, ലിഫ്റ്റില്ല, ഒന്നുമില്ല. നിഷ്കാമഭക്തി. ഫഗുണഭക്തി, ഈശ്വരൻ്റെ സ്വരൂപത്തെ കൺമുമ്പിൽ കാണണം, ആപാദചൂടം ഇങ്ങനെ കൺമുമ്പിൽ കണ്ട് അത് വർണ്ണിച്ച് സ്തുതിച്ച് നമുക്ക് സംതൃപ്തി അടയണം. ഇനിയും നിർഗുണഭക്തി, ഈ സ്വരൂപത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം കണ്ണടയ്ക്കും. എന്താണ്? ഈ സ്വരൂപത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഉള്ളിൽ താൻ ധ്യാനിച്ചുറപ്പിക്കുന്നു എന്നാണ്. അമ്പലത്തിൽ ചെയ്ത് 2 കൈകൂപ്പി വിഗ്രഹത്തിലോട്ട് തൊഴുതിട്ട് അപ്പം തന്നെ കണ്ണുടയ്ക്കും. ഇത് കാണണ്ടെന്ന് വിചാരിച്ചല്ല, പിന്നെന്താണ്? ഈ കണ്ട സ്വരൂപത്തെ തൻ്റെ ഉള്ളിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ പുറപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇതിനെ നിർഗുണഭക്തി എന്ന് പറയുന്നു. അങ്ങനെ ഭക്തിക്ക് 4 ചതുർവിധം ഭക്തിയോഗ സ്വരൂപം. ഫകാമ, നിഷ്കാമ, ഫഗുണ, നിർഗുണ ഭേദത്താൽ 4ആയിരിക്കുന്ന ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെയും കാലസ്യച അവ്യക്തഗതേഹി, അവ്യക്തഗതിയായ കാലത്തിൻ്റെയും, വ്യക്തമായ ഗതിയല്ല കാലത്തിൻ്റെ. കാലത്തിൻ്റെ ചേഷ്ട നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ കാലത്തിൻ്റെ ഗതിയെ നമുക്കറിയില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു കാലം എന്നുള്ളത് നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത്. അവ്യക്തഗതേഹ കാലസ്യം യോ അന്തർധാവതി ജന്തുഷു, യാതൊന്നാണോ ജന്തുഷു ജന്തുക്കളിൽ അന്തർധാവതി ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നുവോ, എല്ലാ ജന്തുക്കളുടെയും ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നതാണ് കാലം, കാലസ്വരൂപനായ ഈശ്വരൻ. ജനിക്കുമ്പോൾ മുതൽ ആര് കൂടെയുണ്ട്? കാലം കൂടെയുണ്ട്. ഓരോ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭൗതികത്തിനും ആത്മീയതയ്ക്കും മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും ഈ കാലം. ഇന്നലത്തെ പോലെയല്ല ഇന്ന്, ഇന്നത്തെ പോലെയല്ല നാളെ. എന്തു മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ജന്തുഷു അന്തർധാവതി യഹ, ജന്തുക്കളുടെ ഉള്ളിൽ കൂടി പോകുന്ന കാലഗതിയെക്കുറിച്ചും അഹം പ്രോവാച്, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഭക്തിഭേദങ്ങളെക്കുറിച്ചും കാലമാഹാത്മ്യത്തെക്കുറിച്ചും മുൻ അധ്യായങ്ങളിൽ ഞാൻ അമ്മയോട് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രാവോജം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേർ യോന്തർധാവതി ജന്തുഷു. ഭക്തിയോഗസ്യാം ചതുർവിധം സ്വരൂപം യഹ ജന്തുഷു അന്തഃ ധാവതി അവ്യക്തഗതേഃ കാലസ്യ ച സ്വരൂപം തേ പ്രാവോചം. പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേർ യോന്തർധാവതി ജന്തുഷു. പ്രാവോചം ഭക്തിയോഗസ്യ സ്വരൂപം തേ ചതുർവിധം കാലസ്യ ച അവ്യക്തഗതേർ യോന്തർധാവതി ജന്തുഷു. ജീവസ്യ സംസ്കൃതിർബഹ്വീഃ അവിദ്യാകർമ്മനിർമ്മിതാം യാ സ്വംഗപ്രവിശന്നാത്മാ ന വേദഗതിമാത്മനാം. ജീവസ്യ സംസ്കൃതീഃ, ജീവന്റെ സംസരണം, ജീവൻ വ്യാപരിച്ചു വരിക, പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ ജീവന്റെ വ്യാപകത്വം കടന്നു വരിക. ജീവസ്യ സംസ്കൃതീഃ, ജീവന്റെയും സംസാരത്തിൻ്റെയും, ബഹ്വീഹി, ബഹുവായിരിക്കുന്ന, പലതായിരിക്കുന്ന, അവിദ്യാകർമ്മ നിർമ്മിതാഹ, അവിദ്യാകർമ്മം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്, അഭിമാനം കൊണ്ട് കർമ്മങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ജീവന്റെ പലവിധത്തിലുള്ള സംസാരത്തിൻ്റെ ഗതിഭേദങ്ങളെയും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു.
ജീവസ്യ സംസ്കൃതീഃ ബഹ്വീഃ അവിദ്യാകർമ്മനിർമ്മിതാഃ യാസു അംഗ. അംഗ എന്നത് സംബോധനയാണ്, പൂജ്യനായവനെ. യാസു യാവകളിൽ. യാസു അംഗ രണ്ട് വാക്കാണ്. യാസു ഒരു വാക്ക്, അംഗ മറ്റൊരു വാക്ക്. അംഗ സംബോധനയാണ്. യാസു യാവകളിൽ പ്രവിശൻ ആത്മാ, പ്രവേശിക്കപ്പെടുന്ന ആത്മാവ്, പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ്. ന വേദ ഗതിം ആത്മനഃ. ആത്മനഃ ഗതിം, ആത്മാവിൻ്റെ സ്വരൂപത്തെ ന വേദ അറിയുന്നില്ലയോ. എന്തുകൊണ്ടാണ്? അവിദ്യാകർമ്മ നിർമ്മിതാഹ. അജ്ഞാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അഭിമാനം കൊണ്ടുണ്ടാക്കിയ കർമ്മത്താൽ ജീവന്റെ പലവിധത്തിലുള്ള സംസാരഗതിഭേദങ്ങളെയും ഞാൻ നിന്നോട് പറഞ്ഞു. ഒരു മനുഷ്യന് അഭിമാനം തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഉടമസ്ഥൻ, ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭാര്യ എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിലും ഞാൻ ഞാൻ എന്ന് അഭിമാനിച്ചു കർമ്മം ചെയ്യുന്നവരാണ് നമ്മൾ അധികം പേരും തന്നെ. അങ്ങനെയുള്ള ആ അജ്ഞാനത്തിൻ്റെ യോഗം കൊണ്ട് അഭിമാനത്തോടുകൂടി ദേഹം കൊണ്ടും ഇന്ദ്രിയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം ചെയ്യുന്നു. ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ജീവാത്മാവിനെ അഭിമാനത്തോടുകൂടി കർമ്മം ചെയ്താൽ ജീവാത്മാവിന് പലതരത്തിലുള്ള സ്വർഗ നരകങ്ങളിലേക്കും പോകേണ്ടി വരും. അത് സുഖദുഃഖ ഭേദങ്ങളോടുകൂടി ഞാനത് പറഞ്ഞു കഴിഞ്ഞു നിന്നോട് ഇതുവരെയായിട്ട്. ആ ലോകങ്ങളിൽ ദേവന്മാരെ, മനുഷ്യാദികളായ ഭാവങ്ങൾ എന്ന് അഭിമാനിക്കുന്ന ജീവാത്മാവ് തൻ്റെ പരമാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തെ അറിയാതെ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു എന്നൊക്കെയുള്ള ഓരോ ചിന്ത കൊണ്ട് ജനനമരണാദികളായ സംസാരത്തെ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന്ന് രക്ഷപ്പെടില്ല എന്നർത്ഥം. വീണ്ടും വീണ്ടും സംസാരഗതി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇക്കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ജീവൻ എന്തുകൊണ്ട് പലതരത്തിലുള്ള സംസാരത്തിൽ അകപ്പെടുന്നു? അവിദ്യാകർമ്മ നിർമ്മിതന്മാരായതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളിൽ പ്രവേശിക്കുന്ന ആത്മാവ് ആത്മനഃ ഗതി നവേദ, തൻ്റെ ഗതി ശരിക്ക് അറിയുന്നേയില്ല. ജീവസ്യ സംസൃതിർബഹ്വീ അവിദ്യാകർമ്മ നിർമ്മിതാം യാസ്വംഗപ്രവിശന്നാത്മാ നവേദഗതിമർത്തന. ഹേ അംഗ, യാസു പ്രവിശൻ ആത്മാ ആത്മനഃ ഗതിം നവേദ അവിദ്യാകർമ്മ നിർമ്മിതാഃ ജീവസ്യ ബഹ്വീഃ സംസ്കൃതിഃ. പ്രോവാച. ജീവസ്യ സംസ്കൃതിർബഹ്വീഃ അവിദ്യാകർമ്മ നിർമ്മിതാം യാസ്വംഗപ്രവിശന്നാത്മാ നവേദ ഗതിമത്മനാം. ജീവസ്യ സംസ്കൃതിർബഹ്വീഃ അവിദ്യാകർമ്മ നിർമ്മിതാം യാസ്വംഗപ്രവിശന്നാത്മാ നവേദ ഗതിമത്മനാം. നൈതത് ഖലായോപദിശൻ നാവിനീതായ കർഹിചിത് നസ്തബ്ധായ നഭിന്നായ നൈവ ധർമ്മധ്വജായതാം നരോരുപായോപദിശൻ ന ഗൃഹാരൂഢചേതസേ നാഭക്തായ ച മേ ജാതു ന ജാതു ന മദ്ഭക്തദ്വിഷാമപി. ന ഏതത് ഖലായ ഉപദിശേത്. ഈ സാഖ്യശാസ്ത്രം, ഏതത് ഇത്, ഈ സാഖ്യശാസ്ത്രം ഖലായ ന ഉപദിശേത്, ദുഷ്ടന്മാർക്കായിക്കൊണ്ട് ഉപദേശിക്കരുത്. ഖലായ ന ഉപദിശേത് ന അവിനീതായ കർഹിച്ചിത്, ഒരിക്കലും വിനയാന്വിതനല്ലാത്തവന് ഉപദേശിക്കരുത്. ന അവിനീതായ നാവിനീതായ കർഹിച്ചിത്, ഒരിക്കലും അവിനീതന് ഉപദേശിക്കരുത്, ദുഷ്ടനും ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. കാരണം ഇനിയും ഇത്
ആരെങ്കിലും ഉപദേശിക്കാൻ വിചാരിക്കുന്നെങ്കിൽ യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഇത് ഉപദേശിക്കാവൂ. അപാത്രത്തിലേക്ക് വിദ്യ പതിപ്പിക്കരുത്. പാത്രത്തിലെ വിദ്യ എത്താവൂ. മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് നടക്കുന്ന ദുഷ്ടന്മാരെയാണ് ഇവിടെ ഹതന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിനീതായ, വിനയമില്ലാത്തവനാണ്. ഗുരുവിനെ കണ്ട നമസ്കരിക്കില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കില്ല, അറിവുള്ളവരെ ആദരിക്കില്ല. ഇതൊക്കെ അവിനീതന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ സാംഖ്യയോഗം ഉപദേശിച്ചു കൊടുക്കരുത്. സ്തബ്ധായ, സ്തബ്ധൻ അഹങ്കാരി, അഹങ്കാരിക്കും ഉപദേശിച്ചു കൊടുക്കരുത്. ഭിന്നായ നൈവ ധർമ്മധ്വജായ ച, ധർമ്മധ്വജായ, ധർമ്മം എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ കൊടി കൊണ്ട് നടക്കുന്നവൻ, ധർമ്മത്തിനെ കീർത്തി ഉണ്ടാക്കി കൊടുത്ത് കൊടിക്കൂറ പോലെ ധർമ്മത്തെ പാറിക്കല്ലാതെ അത് അനുഷ്ഠിക്കത്തില്ല. അവരെയാണ് ഇവിടെ ധർമ്മധ്വജായ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ധർമ്മം എന്നുള്ളൊരു കൊടി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ആചരണങ്ങൾ ഒന്നുമില്ല. അങ്ങനെ ധർമ്മനിഷ്ഠനാണെന്ന് നടിച്ച് കാണിക്കലാണ്, അഭിനയിച്ച് കാണിക്കലാണ്. ലോലുപായ ഉപദിശേത്, ഇന്ദ്രിയലോലുപനായിക്കൊണ്ട് ഉപദേശിക്കുന്നു. ലോലുപൻ, ലയിച്ചു ചേർന്നവൻ. ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളിലേക്ക് എപ്പോഴും ലയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് ഉപദേശിക്കരുത്. ലോലുപായ ഉപദിശേത് ഗൃഹാരൂഢചേതസേ, ഗൃഹങ്ങളിൽ നിന്നും മനസ്സ് മാറ്റാൻ പറ്റാത്തവർ, ഗൃഹത്തിൽ മാത്രം ഉറച്ച മനസ്സ്. ഗൃഹ ആരൂഢചേതസേ, വീട്ടിൽ നിന്നും മനസ്സ് അല്പം പോലും മാറ്റാൻ പറ്റില്ല. എവിടെ പോയിരുന്നാലും മനസ്സ് വീടിനെ കുറിച്ചാണ്, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെ അത് ഗൃഹാസക്തന്മാരാണ്. അങ്ങനെ ഉറച്ചിരിക്കുന്നവർക്ക് അവരെൻ്റെ ഭക്തന്മാരല്ല, അവർക്കിത് ഉപദേശിക്കരുത്. അഭക്തായ ച മേ ജാതു ഭക്തദുഷാമപി, എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവരോടും ഇത് ഉപദേശിക്കരുത്. ഭൗതിക ലോക ജീവിതത്തിൻ്റെ കെട്ടുപാടിൽ അകപ്പെട്ടിരിക്കുന്നവർ, ധനത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, അതുപോലെ തങ്ങളുടെ പത്നിയെക്കുറിച്ച്, പുത്രന്മാരെക്കുറിച്ച്, ഇവയിലൊക്കെ ആസക്തിയോടുകൂടി ഉറച്ച മനസ്സോടുകൂടിയവരും അതുകൊണ്ട് തന്നെ എന്നിൽ ഭക്തിയില്ലാത്തവരുമാണ്. പിന്നെ ഇവരൊക്കെ ചിലപ്പോൾ എൻ്റെ ഭക്തന്മാരെ വിദ്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഇത്രയും പേർക്ക് ഈ ശാസ്ത്രം ഒരു കാരണവശാലും ഉപദേശിച്ചു കൊടുക്കരുത്. ആർക്കൊക്കെയാണ്? ഖലായ, അവിനീതായ, സ്തബ്ധായ, ധർമ്മധ്വജായ, ഭിന്നായ, ലോലുപായ, ഗൃഹ ആരൂഢചേതസേ, അഭക്തായ, മദ്ഭക്തദ്വിഷാമപി ജാതു, ഒരിക്കലും ഉപദിശേ, ഒരിക്കലും ഈ സാംഖ്യയോഗത്തെ ഉപദേശിച്ചു കൊടുക്കരുത്. ആർക്കുപദേശിക്കരുത്, എന്തുകൊണ്ടാണ് എന്ന് സ്പഷ്ടമാക്കിയ ശ്ലോകത്തിൽ നൈതത് ഖലായോപദിശൻ നാവിനീതായ ഗർഹ്യജിത് സ്തബ്ധായ ഭിന്നായ നൈവ ധർമ്മധ്വജായ ചാം ലോലുപായോപദിശേൻ ഗൃഹാരൂഢചേതസേ അഭക്തായ ച മേ ജാതു മദ്ഭക്തദ്വിഷാമപി.
ഏതത് ഖലായ അവിനീതായ സ്തബ്ധായ ധർമ്മധ്വജായ ലോലുപായ ഗൃഹാരൂഢചേതസേ മേ അഭക്തായ മത് ഭക്തദുഷാം അപി ന ഉപദിശേത്. നൈതത്ഖലായോപദിശൻ നാവിനീതായ കർഹ്യചിത് ന സ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ചാം ന ലോലുപായോപദിശൻ ന ഗൃഹാരൂഢചേതസേ നാഭക്തായ ച മേ ജാതു ന ഭക്തദുഷാമപി. നൈതത് ഖലായോപദിശൻ നാവിനീതായ കർഹ്യചിത് ന സ്തബ്ധായ ന ഭിന്നായ നൈവ ധർമ്മധ്വജായ ച ന ലോലുപായോപദിശൻ ന ഗൃഹാരൂഢചേതസേ നാഭക്തായ ച മേ ജാതു ന മദ്ഭക്തദൃശാമപി. ശ്രദ്ധാനായ ഭക്തായാം വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ചാം ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചേ യസ്യാഹം പ്രേസം പ്രിയാം. ഇനി ആർക്ക് കൊടുക്കണം എന്ന് പറയാം. ഇതുവരെ ആർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇനിയും ഇത് വാങ്ങാൻ, അറിയാൻ, പഠിക്കാൻ, കേൾക്കാൻ യോഗ്യതയുള്ളവരാരാണ്? ശ്രദ്ധാനായാം, ശ്രദ്ധയുള്ളവനായിരിക്കണം, എന്നിൽ വിശ്വാസമുള്ളവനായിരിക്കണം. ആരാണോ ഉപദേശിച്ചു തരുന്നത് ആ വിഷയത്തിൽ മാത്രമല്ല, അവരിലും ഗുരുവിലും ശ്രദ്ധയുണ്ടാവും. ഉപദേശിക്കുന്നവരിൽ ശ്രദ്ധയുണ്ടാകണം, ഭക്തിയുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഉപദേശിക്കാം. ഭക്തൻ ഉപദേശിക്കാം. വിനീതായ, വിനയമുള്ള, മുമ്പ് ഇതിൻ്റെയൊക്കെ വിപരീതം പറഞ്ഞ അവിനീതായ, ഇപ്പൊ വിനീതായ. അനസൂയവേ, അസൂയയില്ലാത്തവനായിക്കൊണ്ട്. അനസൂയു എന്നുള്ളതിൻ്റെ രൂപമാണ് അനസൂയവേ, അസൂയ ഇല്ലാത്തവനായിക്കൊണ്ട്. ഭൂതേഷു കൃതമൈത്രേയ, ഭൂതങ്ങളോട് മൈത്രി ഉണ്ടാക്കിയവന് ഉപദേശിച്ചു കൊടുക്കാം. സമസ്ത ജീവജാലങ്ങളോടും മൈത്രി, മിത്രത, എൻ്റെ സുഹൃത്താണ് എന്ന് എല്ലാം കൊണ്ടും സകല ജീവജാലങ്ങളും എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള ഭാവന വെച്ചു പുലർത്തുക. ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷ അഭിരതായ ച. ഇവിടെ ശുശ്രൂഷയ്ക്ക് കേൾക്കാനുള്ള ആഗ്രഹം എന്നാണ്. കേൾക്കാനുള്ള അഭിരതി ഉള്ളവനായിക്കൊണ്ടും കേൾക്കാനുള്ള ജിജ്ഞാസയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് ഉപദേശിക്കരുത്. ഇപ്പം ശ്രദ്ധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷ അഭിരതായ ച, ഇത്രയും പേർക്കും ബഹിർജാതവിരാഗായ, പുറത്തുള്ള വസ്തുക്കളോട് വിരക്തി ഉണ്ടായവനായിക്കൊണ്ട്. ബഹിർജാതവിരാഗായ, ശാന്തചിത്തായ, മനസ്സ് ശാന്തമായവനും ദീയതാം, കൊടുത്തോളൂ. ഇത്രയും പേർക്കാണ് കൊടുക്കേണ്ടത്. ശ്രദ്ധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചേ യസ്യാഹം പ്രേസം പ്രിയ. നിർമ്മത്സരന്മാർക്ക് ഉപദേശിക്കാം. ഭാഗവതം പോലും അങ്ങനെയാണ്. നിർമ്മത്സരാണം സദാം വേദ്യം എന്നാദ്യം പറയും. നിർമ്മത്സരായ, ശുചിയെ, ശുദ്ധനായിരിക്കണം. ബാഹ്യ ആഭ്യന്തര ശുദ്ധിയുള്ളവനായിരിക്കണം. അകം ശുദ്ധമായിരിക്കണം, പുറവും ശുദ്ധമായിരിക്കണം. 10 ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിച്ചവൻ, മനസ്സ് ശുദ്ധീകരിച്ചവൻ. ശുചേ യസ്യ അഹം പ്രേസം പ്രിയ. ആർക്കാണോ ഞാൻ
ഇഷ്ടപ്പെട്ടവരിൽ വെച്ച് പ്രിയപ്പെട്ടവനായവൻ. പ്രേഫാം പ്രിയ, പ്രേഫന്മാർക്ക് പ്രിയങ്കരൻ, ഇഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും പരമമായ സന്തോഷം ഉണ്ടാക്കുന്നവനായ ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് വേണം ഈ സാംഖ്യയോഗം ഉപദേശിച്ചു കൊടുക്കാൻ. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ചാം ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽഫരായ ശുചേ ഇഫ്യാഹം പ്രേഫാം പ്രിയാം. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാതവിരാഗായ ശാന്തചിത്തായ നിർമ്മൽഫരായ ശുചേ യഫ്യാഹം പ്രേഫാം പ്രിയ ദീയത. ഇത്രയും പേർക്കാണ് കൊടുക്കേണ്ടത്. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ചാം ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽഫരായ ശുചേ യഫ്യാഹം പ്രേഫാം പ്രിയാം. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ചാം ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മൽഫരായ ശുചേ ഇഫ്യാഹം പ്രേഫാം പ്രിയാം. യ ഇദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷഫകൃത് യോ വാ അഭിധത്തെ മച്ചിത്ത ഫഹ്യേതി പദവിം ച മേ. യഹ ഇദം ശൃണുയാത് അംബ. അംബ സംബോധനയാണ്. ഹേ അമ്മേ, യഹ ഇദം ശൃണുയാത്, ആരാണോ ഇത് കേൾക്കുന്നത്, ശൃണുയാത് എങ്ങനെ കേൾക്കണം? ശ്രദ്ധയാം, വിശ്വാസത്തോടെ. ആരാണോ ഇത് കേൾക്കുന്നത്? പുരുഷ ഫകൃത്ത്. ഫകൃത്ത് എന്ന് വെച്ചാൽ ഒരിക്കൽ എന്നർത്ഥം. ഫകൃത്ത്, അഫകൃത്ത് പലപ്പോഴും, ഫകൃത്ത് ഒരിക്കൽ. യോ വാ അഭിധത്തെ, ആരാണോ പറയുന്നത്, അഭിധാനം ചെയ്യുന്നത്, മച്ചിത്ത എന്നിൽ മനസ്സ് ഉറച്ചവനായിട്ട് അവൻ ഹി ഏതി പ്രാപിക്കുക തന്നെ ചെയ്യും പദവിഞ്ചമേ, എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയം. അല്ലയോ അമ്മേ, ആരാണോ എന്നിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടെ ശ്രദ്ധയോടെ ഇതിനെ ഒരിക്കൽ കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുക, അവർ എൻ്റെ പദവിയെ പ്രാപിക്കും, യാതൊരു സംശയമില്ല. യ ഇദം ശൃണുയാദംബാം ശ്രദ്ധയാ പുരുഷഫകൃത് യോ വാ അഭിധത്തെ മച്ചിത്ത ഫഹ്യേതി പദവിം ച മേ. യഹ പുരുഷഃ ശ്രദ്ധയാ ഇദം ഫകൃത് ശൃണുയാത് യഹ വാ മച്ചിത്തഃ ഫകൃത് അഭിധത്തെ ഫ മേ പദവീം ഏതിഹി. യ ഇദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷഃ ഫകൃത് യോ വാഭിധത്തെ മച്ചിത്തഃ ഫഹ്യേതി പദവീം ച മേ. യ ഇദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷഃ ഫകൃത് യോ വാ അഭിധത്തെ മച്ചിത്തഃ ഫഹ്യേതി പദവീം ച മേ. ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായം സമാപിച്ചു. അടുത്ത ഒരധ്യായത്തോടുകൂടി നമ്മുടെ ഈ സ്കന്ധവും പൂർണ്ണമാവുകയാണ്. ഭാഗവതത്തിൻ്റെ 3-ാം സ്കന്ധം പഠിതാക്കൾ പലരും എഴുതി തുടങ്ങിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ച്. 28-ാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്ന ആ ഗുരുശിഷ്യ സംഗമത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ഉം 2-ഉം സ്കന്ധങ്ങൾ പ്രകാശിതമാവുകയാണ്. അതിൻ്റെ വർക്ക് മുഴുവൻ
3-4 പേര് കുറേ മാസങ്ങളോളം മെനക്കെട്ടിരുന്ന് കഷ്ടപ്പെട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാലവും നമ്മൾ ഇത്രയും മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് പഠിച്ച ആ ഒരു അറിവ് ഗ്രന്ഥരൂപത്തിൽ മുമ്പിൽ വരുമ്പോൾ നമ്മൾക്ക് എന്തൊരു ആനന്ദമാണ്. അതൊരു ഫോളിഡായിട്ട് ഗ്രന്ഥമായിട്ട് കൺമുമ്പിൽ കാണുമ്പോഴാണ് നമുക്ക് അഭിമാനവും ആനന്ദവും തോന്നുക. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാവും. ഇത് തലമുറകളോളം നിലനിൽക്കും. വാക്ക് ഞാൻ പറയുന്നത് കാറ്റിൽ കൂടി പറന്ന് അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു പോകും. ചിലപ്പോൾ കാണണമെന്നില്ല, അറിയണമെന്നില്ല, കേൾക്കണമെന്നില്ല. അതിനെ അക്ഷരസ്വരൂപത്തിലാക്കി ലിപിയിലാക്കി ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നശിക്കില്ല. ന സ്വയം പശ്യ നശ്യതി. അത് തന്നെത്താൻ നശിക്കില്ല. അതിങ്ങനെ നിലനിൽക്കത്തേ ഉള്ളൂ. തലമുറകളോട് ഇപ്പോഴും വ്യാസന്റെ ഭാഗവതം നിലനിൽക്കുന്ന ഗ്രന്ഥരൂപത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടാണ്. അതുപോലെ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം പദച്ഛേദം ചെയ്ത് അന്വയിച്ച് അന്വയാർത്ഥത്തോടെ വ്യാഖ്യാനിച്ച ഗ്രന്ഥം നമുക്കൊരു ഭഗവത് സ്വരൂപത്തെ കയ്യിൽ കിട്ടുന്നത് പോലെ അത്ര മഹത്വത്തോടെ അത് സ്വീകരിക്കണം എന്നൊരപേക്ഷയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ 200-300ഓളം ആൾക്കാരുണ്ട്. നിങ്ങൾക്കെല്ലാം ഓരോ പുസ്തകം സ്വീകരിച്ചാൽ അനായാസമായിട്ട് നമുക്ക് ഈ കൃത്യം നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. ഇനിയും ഒന്ന് മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാം. അത് ഏറ്റവും മഹത്തരമായ കൃത്യമാണ്. അതിനു വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അതുകൊണ്ട് നമ്മുടെ പ്രീ പബ്ലിക്കേഷൻ ഡേറ്റ് 27 വരെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ സജ്ജനങ്ങളും അതിൽ പങ്കെടുത്ത് തങ്ങളുടെ ഒരു കോപ്പി നേരത്തെ ഉറപ്പാക്കണം എന്നൊരു അപേക്ഷ കൂടി ഞാൻ ഇതിനിടയ്ക്ക് സമർപ്പിക്കുകയാണ്. പറയാൻ കാരണം അടുത്ത സ്കന്ധം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഇവർ ഈ ജോലി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല, അവരത് ചെയ്തു തുടങ്ങുകയാണ്. ഞങ്ങൾക്കിത് പറ്റും എന്നുള്ള മട്ടിൽ. അതൊരു ഈശ്വര പ്രേരണയാണ്, മറ്റൊന്നും അതിന് കാരണമല്ല. ഇതെല്ലാം ആ പ്രേരണയ്ക്ക് അധീനരാണ് എന്ന് കരുതി ഭക്തിപൂർവ്വം എല്ലാവരും ഈ സദ്യയജ്ഞത്തിൽ പങ്കെടുക്കണം എന്ന് ഒന്ന് ഓർപ്പിച്ചു തന്നേ ഉള്ളൂ. അടുത്ത സ്കന്ധം തുടങ്ങി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാം. എൻ്റെ ക്ലാസ്സിലാണ്. മൂന്നാം സ്കന്ധം. മൈത്രേയ ഉവാചാം ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീം ഫാകർദമസ്യ ദയിതാകില ദേവഹൂതിം വിഫ്രസ്തമോഹപടലാതമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയങ്കിതസിദ്ധിഭൂമി. ഏവം നിശമ്യ, ഇങ്ങനെ കേട്ടിട്ട്, കപിലസ്യ വചോ, കപിലൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടിട്ട്, ജനിത്രി അമ്മ, ജനനി ജനിത്രിയൊക്കെ അമ്മയുടെ പര്യായങ്ങളാണ്. അവൾ കർദമസ്യ ദയിത, നോക്കൂ, കർദമൻ്റെ ഇഷ്ടപ്പെട്ട പത്നിയാണിവൾ. കവലൻ്റെ അമ്മ എന്നുള്ളതിനേക്കാൾ ഉപരി കർദമൻ്റെ പത്നി, പിന്നീടാണ് കവലൻ്റെ അമ്മയായത്. അപ്പോൾ കർദമസ്യ ദയിതാകില ദേവഹൂതി, ദേവഹൂതി എന്ന ഈ അമ്മ ഇങ്ങനെ കവലൻ്റെ വാക്ക് കേട്ടിട്ട് വിഫ്രസ്തമോഹപടലാം, മോഹപടലങ്ങളൊക്കെ അഴിഞ്ഞുപോയി, ആഗ്രഹങ്ങളിലെ ആവരണങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പൊഴിഞ്ഞു പോയി. വിഫ്രസ്തമാകുക, അഴിഞ്ഞു പോവുക, പൊഴിഞ്ഞു പോവുക എന്ന്. മോഹപടല. തം അഭിപ്രണമ്യ, അവനെ വീണ്ടും നമസ്കരിച്ചിട്ട്. ആരെ? മകനായ കപിലമുനിയായ ഭഗവാൻ. തം അഭിപ്രണമ്യ തുഷ്ടാവ, സ്തുതിച്ചു. തുഷ്ടാവ സ്തുതിച്ചു. തത്വവിഷയങ്കിത സിദ്ധഭൂമി, സാഖ്യമെന്നുള്ള തത്വവിഷയം അടയാളപ്പെടുത്തിയിട്ട് അതിന് സിദ്ധഭൂമിയായ, ആശ്രയഭൂമിയായ
ആ കപിലനെ നമസ്കരിച്ചിട്ട് തത്വവിഷയ അങ്കിത സിദ്ധഭൂമിം തം അഭിപ്രണമ്യ, തത്വവിഷയം അടയാളപ്പെടുത്തുന്നതിൻ്റെ ആശ്രയസ്ഥാനമായ, ഇവിടുത്തെ തത്വവിഷയം സാഖ്യമാണ്, സാഖ്യയോഗം കൊണ്ട് അടയാളപ്പെടുത്തിയ ആ ആശ്രയഭൂമിയെ ആയ ആ കപിലനെ നമസ്കരിച്ചിട്ട് തുഷ്ടാവ സ്തുതിക്കാൻ ആരംഭിച്ചു. ഇനി മുതൽ കപിലസ്വരൂപത്തിലുള്ള മകനെ ദേവഹൂതി സ്തുതിക്കലാണ്. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീം സ്വാകർത്തമസ്യ ദയിതാകില ദേവഹൂതിം വിസ്മൃസ്തമോഹപടലാതമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയങ്കിതസിദ്ധിഭൂമി. കർദമസ്യ ദയിത കപിലസ്യ ജനിത്രീ സ്വാ ദേവഹൂതി ഏവം വചഃ നിശമ്യ വിസ്മൃസ്തമോഹപടലാം തത്വവിഷയാങ്കിതസിദ്ധഭൂമി തം അഭിപ്രണമ്യ തുഷ്ടാവ. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീം സ്വാകർദമസ്യ ദയിതാകില ദേവഹൂതി വിസ്മൃസ്തമോഹപടലാതമഭിപ്രണമ്യ തുഷ്ടാവതത്വവിഷയങ്കിതസിദ്ധഭൂമി. ദേവഹൂതിയുടെ വാക്കാണ്. അഥാപ്യജോന്തഃഫലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം ഫലശേഷബീജം ദധ്യൗ സ്വയം യജ്ജഠരാബ്ജജാതാം. അഥാപി അനന്തരം, അഥ അജഹ അപി അജൻ ബ്രഹ്മാവ് പോലും, അന്തഃഫലിലേശയാനം വെള്ളത്തിൻ്റെ ഉള്ളിൽ ജലമധ്യത്തിൽ ശയിക്കുന്ന ഭൂതേന്ദ്രിയാത്മാർത്ഥമയം, ഭൂതേന്ദ്രിയ ആത്മാർത്ഥമയമായ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആത്മാവ്, അർത്ഥങ്ങൾ ഇവയുടെ സ്വരൂപത്തിലിരിക്കുന്ന ഭൂത ഇന്ദ്രിയ അർത്ഥ ആത്മമയം വപുഹുത്തേ, തേ വപു അങ്ങയുടെ ശരീരം, വപുസ്തേ അങ്ങയുടെ ശരീരം എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചിട്ട്, ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ട്, ആത്മാവിനെ ആശ്രയിച്ചിട്ട്, ഇന്ദ്രിയ അർത്ഥങ്ങളെ ആശ്രയിച്ചിട്ട്, ഇങ്ങനെ ഈ സൂക്ഷ്മഭൂതങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ച് ബ്രഹ്മാവിന് പോലും ശരിക്കും കാണാൻ സാധിച്ചതല്ല അങ്ങയുടെ സ്വരൂപത്തെ. അത്രയ്ക്ക് മഹത്വമേറിയതാണ് അങ്ങയുടെ സ്വരൂപം. താൻ ഇതൊന്ന് കാണാൻ സാധിച്ച സന്തോഷത്തെ ആദ്യം പ്രകാശിപ്പിക്കുക. അഥാപി അജോ അന്തഃഫല്യശയാനം ഭൂതേന്ദ്രിയ അർത്ഥ ആത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദധ്യൗ സ്വയം ജഠരബ്ജജാത. യത് ജഠരബ്ജജാത, യാതൊരു ഭഗവാന്റെ ജഠരത്തിലുള്ള അബ്ജത്തിൽ ജനിച്ചത്. ജഠര അബ്ജജാത കുടിപ്പിക്കുമ്പോൾ ജഠരബ്ജജാത. യത് ജഠരബ്ജജാത, യാതൊരു ഭഗവാന്റെ ജഠരത്തിൽ നിന്നുണ്ടായ താമരയിലാണോ ഞാൻ ജനിച്ചത്, ബ്രഹ്മാവ് ജനിച്ചത്. ജഠര അബ്ജജാത
അന്തഃസലിലേശയാനം, യാതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നും കിളിച്ചുയർന്നു വന്ന താമരയിൽ ഉണ്ടായവനായ ഞാൻ, അജനായ ഞാൻ, ഈ വെള്ളത്തിൻ്റെ അകത്ത് ശയിക്കുന്ന തദശേഷ ബീജം, ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം, സത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ആദിമ കാരണനായിട്ട് തദശേഷ ബീജം, ഗുണപ്രവാഹം, ഗുണങ്ങളുടെ ഒഴുക്കോട് കൂടിയവനും, ഭൂതേന്ദ്രിയ ആത്മാർത്ഥമയം തേ വപുഹു ദധ്യു, അങ്ങയുടെ ശരീരത്തെ ധ്യാനിച്ചു. ആര്? ദേവഹൂതി. കാരണം അജനായ ബ്രഹ്മാവിന് പോലും ശരിക്ക് തിരിച്ചറിയാനാവാത്ത ഗുണപ്രവാഹങ്ങളുള്ളവനാണ് അങ്ങ്. ആ ആത്മസ്വരൂപത്തിലിരിക്കുന്ന അങ്ങയുടെ ശരീരത്തെ കണ്ടിട്ട് അതിലാകൃഷ്ടനായിട്ട് ഒരേ സമയം കണ്ണുടച്ച് ധ്യാനിച്ചിരുന്നു ദേവഹൂതി. അഥപ്യജോന്തഫലിലേശയാനം ഭൂതേന്ദ്രിയാത്മാർത്ഥമയം ബഭുസ്തേ ഗുണപ്രവാഹം ഫദശേഷബീജം ദധ്യുഫയം യജ്ജഠരബ്ജജാതം. യജ്ജഠരബ്ജജാതഃ അജഃ അപി അന്തഃഫലിലേശയാനം ഫദശേഷബീജം ഗുണപ്രവാഹം ഭൂതേന്ദ്രിയാത്മാർത്ഥമയം തേ വപുഹു ദധ്യു. അഥപ്യജോന്തഫലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം ഫദശേഷബീജം ദധ്യൗഫയം ജഠരബ്ജജാതം. അഥപ്യജോന്തഫലിലേ പ്രവാശം അഥപ്യജോന്തഫലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം ഫദശേഷബീജം ദധ്യൂഫയം ജഠരബ്ജജാതം. സ്തുതി ആരംഭിച്ചതേ ഉള്ളൂ. അതേ ശ്ലോകമുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്കാകാം. നിങ്ങളുടെ സമയം ഏതാണ്ടായിരിക്കാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.